ലഹരി ഗുളികകളും കഞ്ചാവുമായി രണ്ടുപേർ അറസ്റ്റിൽ. മൈനാഗപ്പള്ളി കല്ലട സ്വദേശികളാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്നും ഓൺലൈൻ വഴി ഷൂസ് വാങ്ങുന്നതിന്റെ മറവിലാണ് ലഹരി ഗുളികകൾ എത്തിച്ചിരുന്നത്. ലഹരി ഗുളികയും കഞ്ചാവുമായി രണ്ട് യുവാക്കളെയാണ് ശാസ്താംകോട്ട എക്സൈസ് സംഘം പിടികൂടിയത്. 180 ലഹരി ഗുളികകളും 50 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. മൈനാഗപ്പള്ളി ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ മാരക ലഹരി ഗുളികയുമായിട്ട് രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരു 22 വയസ്സുള്ള ഒരു വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഭ്രാന്ത് പോലെ ഉള്ള അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ മാരകമായ ലഹരി ഗുളികയാണ്. അതായത് ഈ ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ വരുന്ന ആളുകൾക്ക്, ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ വരുന്ന അങ്ങനെ ഈ ആക്രമണകാരികളായ ആളുകളെ അവരുടെ നാഡികളൊക്കെ പൂർണ്ണമായിട്ട് മരവിപ്പിച്ചുകൊണ്ട് അവർ ഒരു അക്രമ സ്വഭാവവും കാണിക്കാത്ത രീതിയിൽ അവർ ഒരു അന്തരീക്ഷത്തിൽ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഗുളികയാണ് നമ്മളിന്ന് പിടിച്ചെടുത്തത്. ഇത് പൊടി വളരെ പ്രായം കുറഞ്ഞതായ 21 22 വയസ്സുള്ള വിദ്യാർത്ഥികൾ, സ്കൂളിൽ പഠിക്കുന്നവരായാലും മറ്റ് ITA പോലുള്ള ട്രേഡുകൾ ആയിട്ട് ബന്ധപ്പെട്ട കോളേജുകളിൽ പഠിക്കുന്നവരായാലും അവരൊക്കെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഗുളികകൾ. മൈനാഗപ്പള്ളി ശോഭന മന്ദിരത്തിൽ ശ്രീഹരിയുടെ പക്കൽ നിന്നും ഗുളികകളും, പടിഞ്ഞാറേക്കല്ലട കടപുഴ പാലത്തിന് സമീപം മുട്ടത്ത് വീട്ടിൽ രാഹുൽ രാജിൽ നിന്ന് കഞ്ചാവും പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് ഓൺലൈൻ വഴി ഷൂസ് വാങ്ങുന്നതിന്റെ മറവിലാണ് ലഹരി ഗുളികകൾ എത്തിച്ചിരുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയിൽ നിന്നും കഞ്ചാവ് വാങ്ങിയാണ് രാഹുൽ വിൽപ്പന നടത്തി വന്നത്. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഓഫീസും ഷാഡോ സംഘവും മൈനാഗപ്പള്ളിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഈ കഞ്ചാവിന് പകരമായിട്ട് അവർ ഈ ഗുളിക കൂടി ഉപയോഗിക്കുന്നു എന്നുള്ളത് സമൂഹത്തിന് വളരെയേറെ ഒരു ദൂഷ്യ ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനും ഒക്കെ തകരാറ് സംഭവിക്കുന്ന സാധനമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് നമ്മൾ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നതും ശക്തമായ കേസുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഗുളിക ഇവരെവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇതാർക്കൊക്കെയാണ് ഇവർ വിപണനം ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു സമഗ്രമായ അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.